ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ ഗണിതമാണ്. ഭാഗം 2 പാഠപുസ്തകം. അതിൽ നമ്മൾ നോക്കുന്നത് 8ാമത്തെ പാഠമായ നാണയക്കിലുക്കം. ഇത് മലയാളം മീഡിയംകാരുടെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നോക്കിയാലോ. നാണയക്കിലുക്കം നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്, ഇതിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉത്തരങ്ങളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് ചെയ്യുക എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. നാണയക്കിലുക്കം. ആദ്യം തന്നെ നമുക്ക് അവിടെ എന്തോ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ എക്സിബിഷനോ അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കളിക്കുന്ന സാധനങ്ങളെല്ലാം കാണാം. നമുക്കതിൽ ടിക്കറ്റ് 20 രൂപ എന്നുള്ളതും കാണാം. ക്യൂ നിൽക്കുന്ന ആളുകളെ കാണാം. കുട്ടികൾ കളിക്കുന്നതെല്ലാം കാണുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കിയാലോ. നാണയ പ്രദർശനം. അനുവും ജിത്തുവും ഗ്രാമോത്സവം കാണാൻ പോയി. അപ്പോൾ അവിടെ നടക്കുന്നത് ഗ്രാമോത്സവമാണെന്ന് മനസ്സിലായില്ലേ. അനുവും ജിത്തുവും കൂടി അത് കാണാൻ പോയി. അവർ നാണയ പ്രദർശനം നടക്കുന്ന സ്റ്റാളിലെത്തി. നാണയ പ്രദർശനം നടക്കുന്ന ഒരു സ്റ്റാളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ എത്തി. നിങ്ങൾക്കറിയാവുന്ന നാണയങ്ങൾക്ക് വട്ടമിടൂ. അപ്പം നിങ്ങൾക്കിതിൽ ഏതൊക്കെ നാണയങ്ങൾ അറിയാം? ഇപ്പം എനിക്കറിയാവുന്നത് പറയാം. 25 പൈസ, 50 പൈസ, 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപ, ഇതിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ റൗണ്ട് ചെയ്തോളൂ. നിങ്ങൾക്കറിയാവുന്നതിൽ നിങ്ങൾ റൗണ്ട് ചെയ്യൂ കേട്ടോ. 50 രൂപ നോട്ടിനും 100 രൂപ നോട്ടിനും ഒരേ വലിപ്പമാണോ? അല്ല. ചേർത്ത് വെച്ച് പരിശോധിക്കൂ. മറ്റു നോട്ടുകളും ചേർത്ത് വെച്ച് നോക്കൂ. ഒരേ വലിപ്പം അല്ല അല്ലേ, വ്യത്യസ്ത വലിപ്പമാണ്. അവർ ഐസ്ക്രീം കടയിലെത്തി. ഇനി അവിടെ ഒരു ഐസ്ക്രീം സ്റ്റാൾ കാണാം. അപ്പം ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി എത്തി. ഓരോ ഐസ്ക്രീം വാങ്ങി. രണ്ടാളും ഓരോ ഐസ്ക്രീം വാങ്ങി. ഒന്നിന് 15 രൂപയാണ്. അപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ വില എത്രയാ? 15 രൂപ. അനു 3 നോട്ടുകൾ കൊടുത്തു. അപ്പോൾ അനു കൊടുത്തത് 3 നോട്ടുകളാണ്. അപ്പം നമുക്കറിയാം 3 നോട്ടുകളാണെങ്കിൽ അത് 5 രൂപയുടെ 3 എണ്ണം ആയിരിക്കും. എങ്കിലല്ലേ 15 രൂപയാവുള്ളൂ. അപ്പോൾ എത്ര രൂപയാണ് അനു കൊടുത്തത്? 15. ജിത്തു 2 നോട്ടുകളാണ് കൊടുത്തത്. അപ്പം നമുക്ക് ഊഹിക്കാം 2 നോട്ടുകളാണെങ്കിൽ ഒന്ന് 10 രൂപയുടെ ആയിരിക്കും, ഒന്ന് 5 രൂപയുടെ നോട്ടായിരിക്കും. അപ്പോൾ ഒന്ന് 10ഉം ഒന്ന് 5ഉം ആണ് കേട്ടോ. ഏതൊക്കെ നോട്ടുകൾ കൊടുത്തപ്പോൾ 15 രൂപയായി? ഒരു 10ഉം ഒരു 5ഉം. ആകാശത്തൊട്ടിലിൽ കയറിയാലോ? ആകാശത്തൊട്ടിലാണ് ആ ചിത്രത്തിൽ കാണുന്നത് കേട്ടോ. നിങ്ങൾ കയറിയിട്ടുണ്ടോ? എനിക്ക് ആകാശത്തൊട്ടിലിൽ കയറാനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ ഒന്ന് കയറിയൊക്കെ നോക്കുക കേട്ടോ. അച്ഛനമ്മമാരുടെ കൂടെയൊക്കെ പോകുമ്പോൾ ഒന്ന് ചെയ്തു നോക്കുക സേഫായിട്ട്. ആകാശത്തൊട്ടിലിൽ കയറിയാലോ? എനിക്ക് പേടിയാണ്, എങ്കിലും വരാം എന്ന് അനു പറയുന്നുണ്ട്. അനുവിൻ്റെ പേഴ്സിലെ നോട്ടുകളാണ് ചുവടെ. ഒരു 10 രൂപ, ഒരു 5 രൂപ, ഒരു 2 രൂപ നോട്ടുകളാണ് കേട്ടോ. ആകാശത്തൊട്ടിലിൽ കയറാനുള്ള ടിക്കറ്റിന് ഈ തുക തികയുമോ? അല്ല, തികയില്ല. എന്താ കാര്യം? ആകാശത്തൊട്ടിലിൽ കയറാൻ 20 രൂപയാണ്. അത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? 20 രൂപയാണ്. അവളുടെ കയ്യിലാകെ 10ഉം 5ഉം 2ഉം. എത്ര രൂപയാണിത്? ടോട്ടൽ അവൾക്ക് 17 രൂപയേ ഉള്ളൂ. അപ്പം ഇനി അവൾക്ക് എത്ര രൂപ കൂടി വേണം? 20 രൂപയ്ക്ക് ഇപ്പം 20ൽ നിന്ന് നമ്മൾ ഈ 17 ഒന്ന് കുറച്ച് നോക്കുക കേട്ടോ. മൈനസ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് 3 രൂപ അവൾക്ക് ഇനി കൂടുതൽ വേണം. അപ്പം ആ ബോക്സിൽ 3 രൂപ എന്ന് എഴുതുക. തികയാതെ വന്നത് ജിത്തു കൊടുത്തു. ഏതൊക്കെ നാണയങ്ങൾ എത്ര എണ്ണം വീതമാണ് ജിത്തു കൊടുത്തത്? 2 രൂപയും 1 രൂപയും ആയിരിക്കാം, അല്ലെങ്കിൽ 1 രൂപയുടെ 3 കോയിൻ ആയിരിക്കും. 1 രൂപ, ഒരു 2 രൂപ നാണയമാണ് ജിത്തു കൊടുത്തത്. ഒരു 1 രൂപ നാണയവും. അപ്പോൾ 3 രൂപയായില്ലേ? അങ്ങനെയും നമുക്ക് എഴുതാം. ടിക്കറ്റ് കൗണ്ടർ. അടുത്തത് അവർ ആകാശത്തൊട്ടിൽ കയറാൻ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. ഈ 2 ആൾക്ക് ടിക്കറ്റ് വേണോ? എത്ര പൈസ ആയിക്കൂ എന്ന് ചോദിക്കുന്നു. കുട്ടികളുടെ സംസാരമാണ് കേട്ടെ. എണ്ണ കയ്യിൽ 20 ഉറുപ്പിയേ ഉള്ള. ഓക്കെ, 2 ആൾക്കുള്ള ടിക്കറ്റ് വേണം. എത്ര പൈസയായി എന്നാണ് ചോദിച്ചത്. അവളുടെ കയ്യിൽ 20 രൂപയേ ഉള്ളൂ. അവർ 4 പേരും ആകാശത്തൊട്ടിലിൽ കയറി. 20 + 20 എത്രയാണ്? അപ്പോൾ 40 രൂപ. കണ്ടോ എങ്ങനെയാണ് വന്നതെന്നാണ് സൈഡിൽ കാണിച്ചു തരുന്നത് കേട്ടോ. അവർ 4 പേരും ആകാശത്തൊട്ടിൽ കയറാൻ ഒരാൾ 20 രൂപ കൊടുക്കണമെങ്കിൽ 4 ആളും 20, 20, 20, 20 കൊടുക്കണം അല്ലേ. അപ്പം മൊത്തം എത്രയായി? 80 രൂപ.
വില കണക്കാക്കാം. വില വിവര പട്ടികയാണ്. സാധനം ക്രയോൺസ് 5 രൂപ, വാട്ടർ കളർ 10 രൂപ, റബ്ബർ 2 രൂപ. ആദിത്യ കടയിൽ നിന്നും ക്രയോൺസും വാട്ടർ കളറും റബ്ബറും വാങ്ങി. മൂന്നിനും കൂടി ആകെ വില. അപ്പം നമ്മൾ ക്രയോൺസും വാട്ടർ കളറും റബ്ബറും വാങ്ങിയാൽ നമ്മൾ കൂട്ടണം. 5 പ്ലസ് 10 പ്ലസ് 2 കൂട്ടി നോക്കൂ. 5ഉം ഈ 2ഉം കൂട്ടിയാൽ 7, ഈ 1 ഇറക്കി എഴുതാം 17 അല്ലേ? 17 വരും. ആദിത്യ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളുമാണ് കൊടുത്തത്? ഒരു 10 രൂപ, ഒരു 5 രൂപ നാണയം, ഒരു 2 രൂപ നാണയം. മനു ക്രയോൺസും റബ്ബറും വാങ്ങി. ക്രയോൺസും റബ്ബറും കൂടി ആകുമ്പോൾ 5 രൂപയും 2 രൂപയും. അപ്പോൾ 7 രൂപ കിട്ടും. ഏതൊക്കെ നാണയങ്ങളും നോട്ടുകളുമാണ് കൊടുത്തത്? ഒരു 5 രൂപ നാണയം, ഒരു 2 രൂപ നാണയം. നാണയമാക്കാം. അനു, ജിത്തു, ആയിഷ, മുരുകൻ, തോമസ് എന്നിവർ നോട്ടുകൾ മാറ്റി നാണയങ്ങൾ എടുത്തു. ആരൊക്കെയാണ് ശരിയായ രീതിയിൽ നോട്ടുകൾക്ക് തുല്യമായ നാണയങ്ങൾ എടുത്തത്? പേര് എഴുതൂ. അപ്പം നമുക്ക് നോക്കാം. അനു 10 രൂപയാണല്ലേ. ഈ 10 രൂപയ്ക്ക് അവളുടെ കയ്യിൽ ഇതാ ഇവിടെ ഒരു 5 രൂപയുടെ കോയിൻ 2, അപ്പം 7 രൂപയായി. ഇവിടെ 2 രൂപ, അപ്പം 9, 10. ഇപ്പം കറക്റ്റാണിത്. ഇനി ആയിഷയുടെ കയ്യിൽ 20 രൂപയുടെ ആണല്ലേ. അപ്പം ഇവിടെ ഒരു 10 ഉണ്ട്, ഒരു 5, ഒരു 2, 7, 8, 9, 10. ഇതും കറക്റ്റാണ്. ഇനി ജിത്തു നോക്കൂ. 2, 2, 4, 1, 5, 1, 6. പക്ഷെ 5 രൂപയേ ഉള്ളൂ. ഇത് കറക്റ്റ് അല്ല കേട്ടോ. അപ്പം നമുക്കതിൽ അനു, ആയിഷയാണ് കറക്റ്റായിട്ട് വരിക. കടയിലേക്ക് വില വിവര പട്ടിക തന്നിട്ടുണ്ട്. പെൻസിൽ 5 രൂപ, പേന 10 രൂപ, നോട്ട് ബുക്ക് 20 രൂപ. രൂപേഷും മകനും കൂടി കടയിലെത്തി. പെൻസിലും പേനയും വാങ്ങി. പെൻസിലും പേനയും. പെൻസിലിന് 5 രൂപ, പേനയ്ക്ക് 10 രൂപ. അപ്പം എന്തായി? 15 രൂപ. ആകെ എത്ര രൂപ കൊടുക്കണം? 15. ഒരു പെൻസിലിൻ്റെ വില 5 രൂപ. ഒരു പേനയുടെ വില 10 രൂപ. ഒരു പെൻസിലിനും ഒരു പേനയ്ക്കും കൂടിയുള്ള വില 15 രൂപ. 2 പെൻസിലിനും ഒരു പേനയ്ക്കും കൂടിയുള്ള വില. 2 പെൻസിൽ എന്ന് പറയുമ്പോൾ 2 പെൻസിലിന് 5ഉം 5ഉം 10 അല്ലേ? 10 രൂപ. പിന്നെയോ ഒരു പേന പറയുമ്പോൾ ഒരു 10. അപ്പോൾ 10ഉം 10ഉം എന്ത് വരും? 20 രൂപ വരണം. കണ്ടോ? ഇതുപോലെ എഴുതുക. 2 പെൻസിലിനും ഒരു പേനയ്ക്കും അല്ലേ? രണ്ട് പെൻസിലിന് 10 രൂപയും ഒരു പേനയ്ക്കുമാണ്. ഇത് 20 കേട്ടോ. ഇവിടെ എഴുതിക്കുന്നത് തെറ്റിയതാണ്. 20 രൂപയാണ് കേട്ടോ കറക്റ്റ്. എങ്ങനെ കണക്കാക്കി എന്ന് പറയൂ. അപ്പം ഞാൻ കണക്കാക്കിയത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ ചെയ്യുക. 5ഉം 5ഉം 10 വരും നമുക്ക് അല്ലേ? ആ 10ൻ്റെ കൂടെ പേനയുടെ ഒരു 10 രൂപയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്തെന്ന് വരും? 20 രൂപ. നാണയങ്ങളെ നോട്ടുകളാക്കാം. ഓരോ കൂട്ടം നാണയങ്ങൾക്കും തുല്യമായ നോട്ടുകൾ ഏതെന്ന് കണ്ടെത്തൂ. അവ ചേർത്ത് വരയ്ക്കൂ. നോക്കൂ, ഇത് 5 അല്ലേ? 2ഉം 2ഉം 4 + 1 5. അടുത്ത് നോക്കൂ, 4 5കൾ ചേർന്നാൽ 20 രൂപയാണ്. അപ്പോൾ 20ലേക്ക് മാർക്ക് ചെയ്യൂ. ഇനി അടുത്തത് അവിടെ 5 10കളുണ്ട്. 5 10കൾ 50 രൂപ. അടുത്തത് ഇവിടെ 5 10കൾ മാർക്ക് ചെയ്തിട്ടില്ല. 5 10കളുടെ ഇതും കൂടെ ഉണ്ട് കേട്ടോ. ഇത് 50ലേക്ക് മാർക്ക് ചെയ്യുക. ഇതാണ് 10ലേക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. നാണയങ്ങൾ കൂട്ടാം. മേരിയുടെ കയ്യിൽ 10 രൂപയുണ്ട്. 15 രൂപയാകാൻ ഏതൊക്കെ നാണയങ്ങൾ കൂടി വേണം? നമുക്കൊരു 2ഉം 2ഉം 1ഉം ആക്കിയാൽ 15 ഇല്ലെങ്കിൽ ഒരു 3 1ഉം ഒരു 2ഉം ആക്കിയാൽ 15 ഇല്ലെങ്കിൽ ഒരു 5 രൂപയുടെ ഒറ്റ കോയിൻ എടുത്താലും 15 അല്ല 5 3 1 രൂപ നാണയം 3 രൂപ വരുമല്ലോ അല്ലേ? പിന്നെ ഒരു 2 രൂപയായ 5 അടുത്തത് 2 രൂപ നാണയവും 1 രൂപയാണെങ്കിലും 5 ഒരു 5 രൂപ നാണയമാണെങ്കിലും മതി. ഏതൊക്കെ നാണയങ്ങൾ എടുത്താൽ 20 രൂപയാക്കാം? പല രീതികൾ പറയാമോ? 10ഉം 10ഉം എടുത്താൽ 20 ആക്കാം അല്ലേ? 3 5 രൂപയും 2 രൂപയും എടുക്കാം. 1 രൂപ. 2 10 രൂപ എടുത്താൽ 20 ആവും. 4 5 രൂപ നാണയം എടുത്താലും 20 ആകും. ഒരു 10 രൂപ നാണയവും 2 5 രൂപ നാണയം എടുത്താലും 20 ആകും. എത്ര നാണയങ്ങൾ? 10 രൂപ, 6 രൂപ, 7 രൂപ. എൻ്റെ കയ്യിലുള്ള നാണയം 2 എണ്ണം കൊടുത്താൽ വള വാങ്ങാം. അപ്പോൾ അവളുടെ കയ്യിൽ 2 5 രൂപയായിരിക്കും. അപ്പോൾ വള വാങ്ങാലോ. ഏതു നാണയം? 5. PP വാങ്ങാൻ എൻ്റെ കയ്യിലുള്ള നാണയം 3 വേണം.
പി പിക്ക് 6 രൂപ. അപ്പോൾ 2 രൂപയായിരിക്കും. 2, 4, 6 3 രണ്ടുകൾ കൂട്ടിയാലാണ് 6 കിട്ടുക കേട്ടോ. അപ്പോൾ 2. എൻ്റെ കയ്യിൽ 2 നാണയമുണ്ട്, അത് കൊടുത്താൽ മാല വാങ്ങാം. അപ്പോൾ ഉറപ്പായിട്ടും അവൻ്റെ കയ്യിൽ ഒരു 5 രൂപയും ഒരു 2 രൂപയും ആയിരിക്കും. അപ്പോഴേ 7 കിട്ടുള്ളൂ. 5ഉം ഒരു 2ഉം കൂട്ടിയേ 7 കിട്ടും. സ്നേഹക്കുടുക്ക. ക്ലാസ് മുറിയിലെ സ്നേഹക്കുടുക്ക തുറന്നു. ജിത്തു നാണയങ്ങൾ തരംതിരിച്ചു. നാണയങ്ങൾ തരംതിരിച്ച് എണ്ണിയാലോ? ആകെ എത്ര രൂപയുണ്ടാകും? 100 രൂപ കാണുമോ? ആകെ എത്ര രൂപ? 1 രൂപ നാണയങ്ങൾ 8, ഒരു 2 രൂപ നാണയങ്ങളാണെങ്കിൽ 20, 5 രൂപ നാണയങ്ങൾ 20, 10 രൂപ നാണയങ്ങൾ 50. നാണയങ്ങളെ 10 രൂപയുടെ കൂട്ടങ്ങളാക്കി വെച്ചു. ബാക്കിയുള്ളവ ഒരു കൂട്ടമായും. എത്ര കൂട്ടം? നമുക്ക് അത് നമ്മൾ ചെയ്തതാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. 5 + 5 + 4 തവണ 20, അല്ലെങ്കിൽ 10 + 10 20. 4 5 രൂപയ്ക്ക് പകരം 2 10 രൂപ തരാമെന്ന് പറയുന്നുണ്ട്. എത്ര കൂട്ടം? 9. എത്ര രൂപ? 90. ബാക്കിയുള്ളത് എത്ര രൂപ? 8. എങ്ങനെ കണക്കാക്കി? നമ്മൾ 50 + 20 + 20 ചെയ്തപ്പോൾ 90 കിട്ടി. 98-ൽ നിന്ന് 90 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 8ഉം കിട്ടി കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നമ്മൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. തുടർന്നുള്ള പാഠങ്ങളുടെ ക്ലാസ്സുകൾ നമ്മൾ ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ തുടർന്ന് നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. Thank you for watching.